ദൈവനാമം മഹത്വപ്പെടട്ടെ. നിസ്തുല്യനായ ക്രിസ്തുവിനെ ഇത്തരുണത്തിൽ ഉയർത്തിക്കാണിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 50-ാമത്തെ വാക്യം. ആ നാളിലെ മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഒരു ജാതി മുഴുവൻ നശിച്ചു പോകുന്നതിനേക്കാൾ ജാതിക്ക് വേണ്ടി ഒരുവൻ നശിക്കുന്നത് ശ്രേഷ്ഠം. യേശുക്രിസ്തുവിൻ്റെ മരണം സകല ജാതികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. റോമൻ നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസിൻ്റെ പ്രഖ്യാപനം: ഇതാ ആ മനുഷ്യൻ, അതേ കാലങ്ങൾ കൊണ്ട് കാത്തിരുന്ന തികവുറ്റ കിടയറ്റ കറയറ്റ സാക്ഷാൽ അനന്യനായ മനുഷ്യനെ ലോകത്തിന് വെളിപ്പെടുത്തി തരികയാണ്. യേശുക്രിസ്തു നിസ്തുല്യനാണ്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ വാക്കുകളിൽ താൻ നിസ്തുല്യനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ അയക്കപ്പെട്ട ചേകവർ അവർ തിരിച്ചു ചെല്ലുമ്പോൾ തങ്ങളെ അയച്ച നേതാക്കന്മാരൊരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുവന്നില്ല? മറുപടിയായി അവർ പറയുന്നത്: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. യേശുവിനെ പോലെ സംസാരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, വനത്തിൻ്റെ തോല് പൊളിക്കുന്ന ശബ്ദം, അഗ്നിജ്വാലകളെ ചിഹ്നിപ്പിക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുങ്ങുമാറാക്കുന്ന ശബ്ദം. അന്നും ഇന്നും എന്നും യേശുവിനെ പോലെ സംസാരിക്കാൻ ആർക്കും കഴിയത്തില്ല. അവൻ സംസാരത്തിൽ നിസ്തുല്യൻ ആയിരുന്നു. ജീവിതത്തിൻ്റെ തൻ്റെ അവസാന വേളകളിൽ താൻ ലോകത്തോടൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു: നിങ്ങളിലാർ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും? അഥവാ നിങ്ങളിലാർക്ക് എൻ്റെ ഒരു കുറ്റത്തെ എൻ്റെ മുമ്പിൽ തെളിയിച്ചു തരാൻ കഴിയും? അന്നും ഇന്നും ലോകത്തിലാർക്കും യേശുക്രിസ്തുവിൻ്റെ ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതം കൊണ്ട് യേശു നിസ്തുല്യൻ ആയിരുന്നു. വിശുദ്ധിയിൽ അവൻ നിസ്തുല്യൻ ആയിരുന്നു. 5 കോടതികൾ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് നോക്കിയിട്ടും അവനിൽ ഒരു കുറ്റവും കാണാൻ കഴിയാതിരുന്നപ്പോൾ പണ്ഡിത ഭരേണ്യനായ പൗലോസ് പ്രഖ്യാപിച്ചു: പവിത്രൻ നിർദോഷൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതൻ. ജീവിത വിശുദ്ധിയിൽ യേശു നിസ്തുല്യൻ ആയിരുന്നു. സ്നേഹിക്കുന്നതിൽ അവൻ നിസ്തുല്യനായിരുന്നു. പാപിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, പാപത്തെ വെറുത്തു, പാപിയെ ചേർത്ത് പിടിച്ചു. രോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, അവൻ്റെ രോഗത്തിന് ശമനം നൽകി. വിശന്നിരിക്കുന്നവനെ കണ്ടപ്പോൾ അവന് മനസ്സലിവ് തോന്നി, അവന് അന്നം നൽകി. തളർന്നു കിടക്കുന്നവനെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി, കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. പക്ഷപാതക്കാരനെ കണ്ടപ്പോൾ കിടക്കയോടെ എടുത്ത് നടക്കുവാൻ അവനോട് പ്രഖ്യാപിച്ചു. മരിച്ചു കിടക്കുന്ന ഭവനങ്ങളിലെ വിലാപ ശബ്ദം കേട്ടപ്പോൾ മനസ്സലിഞ്ഞ് മരണമഞ്ചങ്ങളിൽ നിന്നും ശവകുടീരങ്ങളിൽ നിന്നും പലരെയും പുറത്തു കൊണ്ടുവന്നുകൊണ്ട് യേശുക്രിസ്തു സ്നേഹത്തിൽ നിസ്തുല്യനായിരുന്നു. ജനനത്തിലും താൻ നിസ്തുല്യനായിരുന്നു. ലോകത്തിലെ മഹാന്മാരെല്ലാം ജനിച്ചു വീണത് ഏതെങ്കിലുമൊക്കെ ഉന്നതമായ ഗിരിശൃംഗങ്ങളിലായിരുന്നു. യേശുവോ ജനിച്ചു വീണത് ലൂക്കോസ് 2:7 പ്രഖ്യാപിക്കുന്നു: അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ജനനം കൊണ്ടും അവൻ നിസ്തുല്യനായിരുന്നു. ഉള്ളം കൈകൊണ്ട് വെള്ളത്തിളന്ന് ചാടുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമം എടുത്ത് ഭൂമിയുടെ പിടിയെ നാഴികയിൽ കൊള്ളിച്ച് പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് കുന്നുകളെ തുലാസിൽ തൂക്കിപ്പൊക്കുന്ന തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായ ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനും സർവശക്തിയുള്ള ദൈവവും കർത്താവും രാജാതി രാജാവുമായവൻ ജനിച്ചു വീഴുവാൻ തിരഞ്ഞെടുത്തത് വഴിയമ്പലമാണ്. ജനനത്തിൽ അവൻ നിസ്തുല്യൻ ആയിരുന്നു. വിശ്വസ്തതയിൽ അവൻ നിസ്തുല്യനായിരുന്നു. അന്ത്യവാക്കുകളിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു: നിവർത്തിയായി, അഥവാ തന്നെ ഏൽപ്പിച്ച ആഗമന ഉദ്ദേശം മുഴുവൻ നിവർത്തിയായി എന്ന് തന്നെ അയച്ചവനോട് പ്രഖ്യാപിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരുവൻ പോലും ഇന്നയോളം പറയാൻ ധൈര്യം കാണിക്കാത്ത വിശ്വസ്ത സാക്ഷിയായി
3.5 വർഷക്കാലം പാലസ്തീൻ്റെ വെരിമാറിൽ നിന്നുകൊണ്ട് ലോകത്തോട് സാക്ഷാൽ ദൈവത്തെയും രക്ഷയെയും സ്വർഗത്തെയും നരകത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും മഹിമയെയും വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ദൈവഗൃഹത്തിൽ വിശ്വസ്തനായിരുന്നു. ഒരു ഭാഗത്ത് പോലും അവനിൽ ഒരു അവിശ്വസ്തത കണ്ടെത്തുവാൻ അന്നും ഇന്നും ഒരു നാളിലും കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ആകയാൽ വിശ്വസ്തതയിൽ നിസ്തുല്യനായിരുന്നു. കരുണയിൽ അവൻ നിസ്തുല്യനായിരുന്നു. കാരണം ആരോടും അലിവ് തോന്നാതെ മാറി നിന്നവനല്ല. ദൂരെ നിന്ന് നിലവിളിക്കുന്ന കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ, മോശ കൽപ്പിച്ചിരിക്കുന്ന വഴിപാട് കഴിപ്പിൻ. അതെ, ആരെയും കണ്ടിട്ട് മനസ്സലിവുള്ള കർത്താവ് ഇന്നും എന്നെയും നിന്നെയും കാണുമ്പോൾ മനസ്സലിവുള്ളവനാണ്. നമുക്കും ഒന്ന് വായി തുറന്ന് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ആവശ്യത്തിൻ്റെ നടുവിൽ പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. കാരണം കരുണയിൽ അവൻ നിസ്തുല്യനായിരുന്നു, പരിപാലനത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. 12 ശിക്ഷകണത്തെ 3.5 വർഷക്കാലം കൂടെ കൊണ്ട് നടന്നു. ഒരിക്കൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ പിതാവിനോട് താൻ ശബ്ദിച്ചു, നീ തന്നതിൽ ആ നാശയോഗ്യൻ ഒഴിച്ചൊന്നും എനിക്ക് നഷ്ടമായിട്ടില്ല. അഥവാ യൂദാ ഒഴിച്ച് ബാക്കി 11 പേര് നഷ്ടമാകത്തില്ല എന്ന് പ്രഖ്യാപിച്ച കർത്താവ് ഗതശമനിയിൽ നിൽക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പട്ടാള മേധാവികളോട് ഇങ്ങനെ പറയുന്നു, ചേകവരോട് പറയുന്നു, മഹാപുരോഹിതന്മാരോടും അന്നത്തെ മതപ്രധാനികളോടും പറയുന്നു, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. യോഹന്നാൻ 18:8-9 വാക്യങ്ങൾ. ശത്രുക്കളെ നേരിടുന്നതിലും അവൻ വിശ്വസ്തനായിരുന്നു, അഥവാ നിസ്തുല്യനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-5 വാക്യത്തിൽ ഗതശമനിയിൽ വെച്ചൊരു ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെ. ഈ വാക്ക് കേട്ട മാത്രയിൽ തൻ്റെ അടുക്കൽ വന്ന ആയുധമേന്തിയ റോമൻ പടയണികൾ ആയുധം നിലത്തിട്ട് അവനിൽ അബോധവസ്ഥരായ അവനെ നമസ്കരിക്കുമ്പോൾ പിന്നെ പറയുന്നു, നിങ്ങൾ എന്നെ തിരയുന്നു എങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. അഥവാ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരമുദ്ര കൊണ്ടോ മനുഷ്യൻ്റെ കൈക്കരുത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ആയുധബലം കൊണ്ടോ തന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല എന്ന് താൻ തന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് കർത്താവ് വാക്കുകളില്ലാതെ വെളിപ്പെടുത്തി കൊടുക്കുക. വിസ്താര വേളയിൽ കർത്താവ് നിസ്തുല്യനായിരുന്നു. യേശുക്രിസ്തുവിനെ പീലാത്തോസും കയ്യപ്പാവും ഖന്നാവും സന്നദ്ധ സംഘത്തിൽപ്പെട്ടവരും ഹേറോദാസുമെല്ലാം 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി 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 വിസ്തരിച്ചിട്ട് പീലാത്തോസ് അവസാനം പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇന്നയോളം ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമല്ലേ ഉള്ളൂ. അതെ, അവൻ വിസ്താര വേളയിലും നിസ്തുല്യനായിരുന്നു. മരണത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. യോഹന്നാൻ 19:30 യേശു പറയുന്നു, നിവർത്തിയായി ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരത്തിലേൽപ്പിക്കുന്നു. അഥവാ തൻ്റെ ഉദ്ദേശം പൂർണ്ണമാക്കി, മനുഷ്യൻ്റെ രക്ഷണ്യ പദ്ധതിയെ പൂർണ്ണമാക്കി. താൻ എന്തെല്ലാം ഉദ്ദേശത്തോടെ കടന്നു വന്നോ എല്ലാം പൂർണ്ണമാക്കി. ഇനി എവിടെയായിരുന്നോ അവിടേക്ക് ജയത്തോടുകൂടി കയറി വരുന്ന ജയിച്ചവൻ്റെ ശബ്ദമല്ലേ. അതെ, മരണത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു, അടക്കത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. അരമത്തിയായ ജോസഫിൻ്റെ കല്ലറയിൽ, ആരെയും അന്ന് വരെ വച്ചിട്ടില്ലാത്ത പാറയിൽ കൊത്തിയെടുത്ത കല്ലറയ്ക്കകത്ത് 100 റാത്തൽ സുഗന്ധ കൂട്ടുകളോടുകൂടി കർത്താവിനെ അടക്കിയെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. 16 പേരടങ്ങുന്ന ഒരു സംഘം കാവൽ കാത്തു നിന്നു. റോമൻ അധികാര മുദ്രയും ഇമ്പീരിയ മുദ്രയും ഒക്കെ പതിപ്പിച്ചു നോക്കി. പക്ഷേ കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നവൻ മണ്ണിൻ്റെ പരിപാലകനും മണ്ണിൻ്റെ സൃഷ്ടാവുമായതുകൊണ്ട് മണ്ണിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കല്ലറയ്ക്കകത്തും അവൻ നിസ്തുലനായിരുന്നു. 3-ാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നു. ഉയർപ്പിലവൻ വിശ്വസ്തനാണ്. നേരത്തെ പ്രഖ്യാപിച്ചു, ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പിൻ, 3 നാൾ കൊണ്ട് ഞാനതിനെ പുതുക്കി പണിയും. 3 ദിനം കൊണ്ട് പുതുക്കി പണിതുകൊണ്ട് ഉയർപ്പിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയ ആ ഉയർപ്പിൻ്റെ ശക്തിയല്ലേ 2000 ആണ്ടുകൾ കൊണ്ട് അവനിയുടെ നാനാ കോണുകളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ശക്തി ഉയർപ്പിൻ്റെ ശക്തിയാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നു. കല്ലറയ്ക്കൽ കുനിഞ്ഞ് തൻ്റെ ഗുരുനാഥൻ നഷ്ടപ്പെട്ടു പോയോ എന്ന് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ശിക്ഷഗണത്തോട് ദൂതഗണങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവിടെ നടുവിൽ അന്വേഷിക്കുന്നത് എന്ത്? ലൂക്കോസ് 24:6-7 വാക്യങ്ങൾ. അവനിവിടെ ഇല്ല, അവൻ
പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞതുപോലെ വന്ന്, പറഞ്ഞതുപോലെ പ്രവർത്തിച്ച്, പറഞ്ഞതുപോലെ ജീവിച്ച്, പറഞ്ഞതുപോലെ മരിച്ച്, പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പറഞ്ഞതുപോലെ ജീവിച്ച്, പറഞ്ഞതുപോലെ അനുഗ്രഹിച്ച്, പറഞ്ഞതുപോലെ സ്വർഗ്ഗാരോഹണം ചെയ്ത്, പറഞ്ഞതുപോലെ വീണ്ടും വരുന്നൊരു മഹാരഥനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന നിസ്തുല്യനല്ലാതെ മറ്റൊരുവനുമില്ല. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ഈ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായവൻ ഒടുവിലായി തൻ്റെ ഉയർപ്പിന് ശേഷം 40 നാളുകൾക്ക് ശേഷം ഒലിവുമലയിലെ ബഥാനിയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ സ്വർഗ്ഗാരോഹണം കണ്ടു നിൽക്കുന്ന ഗലീല പുരുഷന്മാരോട് ദൂതന്മാർ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി കണ്ടതുപോലെ അവൻ മടങ്ങി വരാൻ പോകുന്നു. അതേ, 1000 തെളിവുകൾ ലോകം നമുക്ക് തരുന്നു. കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവൻ വിശ്വസ്തനായിരുന്നുവെങ്കിൽ തൻ്റെ മടങ്ങി വരവിലും അവൻ വിശ്വസ്തനായിരിക്കും. അതിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ ആഗമിക്കാൻ പോകുന്നു കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ നോക്കി മിത്രപക്ഷത്ത് നിന്നുകൊണ്ട് പത്രോസ് പ്രഖ്യാപിക്കുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 4:12, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ലോകത്തിൻ്റെ രക്ഷയ്ക്ക്, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് ദൈവം നൽകിയ ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. പൗലോസ് പ്രഖ്യാപിക്കുന്നു, പവിത്രൻ, നിർദോഷൻ, ഭാവികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതൻ. യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു, അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമാകുന്നു. അവൻ ആദിയിലെ ലോഗോസാകുന്നു, അഥവാ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ ഉള്ള സകലത്തിൻ്റെ കാരണഭൂതനാണ് അവനെന്ന് യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു. യാക്കോബ് പറയുന്നു, മനസ്സലിവുള്ള മഹാദൈവമാണ്. യൂദാ പറയുന്നു, 1000 വിശുദ്ധന്മാരുമായി മടങ്ങി വരാൻ പോകുന്നവനാണ് ശത്രുപക്ഷത്തു നിന്ന്. പീലാത്തോസ് പറയുന്നു, മരണകരമായ ഒരു കുറ്റവും ഞാനിവനിൽ കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഹീറോദാസ് പറയുന്നു, അവൻ നീതിമാൻ, അവനിൽ ഞാൻ മരണകരമായ കുറ്റം കാണുന്നില്ല. കയ്യപ്പാവും ഖന്നാവും പറയുന്നു, അവനിൽ മരണകരമായ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അതേ, സന്നദ്ധ സംഘത്തിൽപ്പെട്ട 23 പേരടങ്ങുന്ന സംഘം പറയുന്നു, ഇവനിൽ മരണകരമായൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന്റെ പത്നി റോമൻ വനിത പറയുന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതേ. തൻ്റെ ക്രൂശീകരണത്തിന് മേൽനോട്ടം വഹിച്ചതായ ഒരു പട്ടാള മേധാവി പറയുന്നു, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. യേശുവിൻ്റെ മരണം കണ്ടു നിൽക്കുന്നതായ മറ്റൊരു പട്ടാള മേധാവി പറയുന്നു, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. ലോകം പറയുന്നു, രാജാറാം മോഹൻ റായ് പറയുന്നു, പാലുപോലെ പവിത്രൻ, വെളിച്ചം പോലെ വെണ്മയുള്ള ദൈവകുഞ്ഞാടാണ് യേശു ക്രിസ്തു, ആകയാൽ അവൻ ആരാധിക്കപ്പെടട്ടെ. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, മനുഷ്യനായി ജനിച്ചതിൽ ഒരുവനെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോളം യോഗ്യനായി ഒരുവനും വന്നിട്ട് ഇല്ല. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം ലോകത്തിൽ ഇന്നും വിസ്മയമായി നിൽക്കുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നാം ഏതൊരു മനുഷ്യരെയും അടുത്തറിയുമ്പോൾ അവർ വിട്ട് അകന്നുകൊണ്ടിരിക്കും, യേശുവിനെ അടുത്തറിഞ്ഞാൽ അടുത്തുകൊണ്ടിരിക്കും. തിരുവട്ട കൃഷ്ണൻകുട്ടി പ്രഖ്യാപിച്ചു, യേശു ക്രിസ്തു മാത്രം ലോകരക്ഷകൻ. അതിനാൽ സ്നേഹത്തിൻ്റെ ഉറവിടവും ദൈവത്തിൻ്റെ മനുഷ്യാവതാരവുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യൻ. ഈ നിസ്തുല്യനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോക ജീവിതം ധന്യമാക്കി അനന്തതയിൽ അവൻ ഒരുക്കുന്ന അവനീ അനന്തജീവൻ കരസ്ഥമാക്കി അനന്തതയിലെ ജീവന് വേണ്ടി ഒരുങ്ങുവാൻ സർവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. യേശു ക്രിസ്തു നിസ്തുല്യൻ.